പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സുഹൃത്ത് ഫവാദ്, ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്ന SFIയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ, MSFന്റെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ഷാഫി, SIOയുടെ നേതാവ് പ്രിയപ്പെട്ട അമീൻ, പ്രിയപ്പെട്ട ഷഫീർ ഖാൻ, പ്രിയപ്പെട്ട ഷാജഹാൻ ഉൾപ്പെടെയുള്ള SFIയുടെയും MSFന്റെയും KSUവിന്റെയും SIOയുടെയും നേതാക്കന്മാര്, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംയുക്ത വിദ്യാർത്ഥി സമരസമിതിയുടെ പ്രവർത്തകന്മാര്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കിഴക്കൻ ഏർനാടിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്പാട് MES കോളേജ് എന്ന് പറയുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി കടന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സ്നേഹിതന്മാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ ഈ കോളേജ് അടച്ചിടുക എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു കോളേജ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, പഠിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് സമരം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഈ കലാലയത്തിൽ വന്നിരിക്കുന്നു. കോളേജ് അടച്ചിടണമെന്ന് പറഞ്ഞ് നമ്മൾ പഠനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം നടത്തിയ കഥകൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷെ കലാലയത്തിൽ പഠനം നടത്താൻ മാനേജ്മെന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ അപൂർവമായൊരു സമരം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം മമ്പാട് കോളേജിൽ ഉളവാക്കിയത് ആര് എന്നതിനെ സംബന്ധിച്ച് ആത്മപരിശോധനയ്ക്ക് ഈ കലാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ മാനേജ്മെന്റ് തയ്യാറാവണം. ഇവിടെ ന്യായമായ ഒരു ആവശ്യത്തിന് സമാധാനപരമായ രീതിയിൽ സമരം ചെയ്തപ്പോ കശുവണ്ടി ഫാക്ടറി അടച്ചിടുന്ന ലാഘവത്തോടെ ഈ കോളേജ് അടച്ചിടുവാനാണ് ഇവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സമരത്തെ ലോക്കൌട്ടിലൂടെ ഇവിടെ അടച്ചിട്ടുകൊണ്ട് ഈ സമരത്തെ വിരട്ടി, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ വിരട്ടിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല നരകത്തിലാണ് എന്ന് വിനയത്തോടെ ഞങ്ങൾ ഒന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ കോളേജ് അടച്ചിട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ഞങ്ങളുടെ കാൽക്കീഴിൽ നിർത്താമെന്ന് വിചാരിക്കുന്നവർ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പാരമ്പര്യം അറിയാത്തവരാണ്. വെള്ളക്കൊടി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന തോക്ക് പിടിച്ച ബ്രിട്ടീഷുകാരന്റെ, പീരങ്കി പിടിച്ച വെള്ളക്കാരന്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ ചങ്കൂറ്റത്തോടെ മഹാത്മാഗാന്ധിജിയുടെ ആഹ്വാനം നെഞ്ചിലേറ്റിക്കൊണ്ട് ക്യാമ്പസുകൾ വിട്ട് പുറത്തേക്ക് വന്നവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം. അതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പാരമ്പര്യമെന്ന് ഇവിടുത്തെ മാനേജ്മെന്റ് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും പ്രതിരോധിക്കുവാനും ആരുടെയും ഔദാര്യപൂർവമായ അനുമതിക്ക് വേണ്ടി കാത്തുനിന്ന പാരമ്പര്യം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കില്ല എന്ന കാര്യം ഇവിടുത്തെ മാനേജ്മെന്റ് ഓർക്കണം. ഈ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയെ കുറിച്ച് മാനേജ്മെന്റ് ഓർക്കണം. 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് വോട്ടവകാശമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. അങ്ങനെ വരുമ്പോ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, അവന് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ അതവന്റെ മൗലിക അവകാശമാണ് ഈ രാജ്യത്തിനകത്ത് എന്ന് മാനേജ്മെന്റ് ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ മാനേജ്മെന്റുകൾ MES മാത്രമല്ല, കത്തോലിക്ക സഭ, സെന്റ് തോമസ് കോളേജിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. മാർ തോമസ് സഭ നിരോധിക്കാൻ പോവുകയാണ്. NSSന്റെ നിരവധി കോളേജുകളിൽ, SNDPയുടെ കോളേജുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്നിവർ പറയുകയാണ്. ഇതിനെതിരെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധ സമരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കടന്നു വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് മാനേജ്മെന്റുകൾ പറയുകയാണ്. അക്രമ രാഷ്ട്രീയം ഉണ്ടാവുന്നു അത്രേ, അതുകൊണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി കൊലപാതകം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ സംഘടനകളെ നിരോധിക്കണം. കോൺഗ്രസിനെയും CPMനെയും മുസ്ലിം ലീഗിനെയും BJPയെയും നിരോധിക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു, അപ്പൊ മതങ്ങളെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഇവിടെ അശ്ലീല സിനിമകൾ പുറത്തിറങ്ങുന്നു, അതുകൊണ്ട് എല്ലാ സിനിമകളും നിരോധിക്കണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ അശ്ലീല പുസ്തകങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് പുസ്തകങ്ങൾ മുഴുവൻ അച്ചടി മാധ്യമത്തെ പൂർണ്ണമായും നിരോധിക്കണമെന്ന് പറയുന്നില്ല. ക്യാമ്പസിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ അക്രമ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാമ്പസ് രാഷ്ട്രീയത്തെ പൂർണ്ണമായും നിരോധിക്കണമെന്ന് പറയുന്നത് എലിയെ പേടിച്ചുള്ള ഇല്ലം ചുടലാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. ക്യാമ്പസിലെ സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. ഇവിടുത്തെ മാനേജ്മെന്റുകൾ നെഞ്ചത്ത് കൈവച്ച് ഒരു 5 നിമിഷം നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ KSUവും ഇവിടെ MSFും ഇവിടെ SFIയും ഇവിടെ SIOയും അവരുടെ പ്രവർത്തനം നിർത്തിയാൽ ഇവിടേക്ക് കടന്നു വരുന്നത് ആരാ? വർഗീയ സംഘടനകളാണ്. വർഗീയതയുടെ
വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി ഈ കലാലയം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇവിടെ കടന്നു വരുന്നത് ആരാ? ഇവിടെ കൊട്ടേഷൻ സംഘങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന ഗ്യാങ്സ്റ്റുകൾ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരും. അതുണ്ടാവാൻ പാടില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, സർഗാത്മകമായ പ്രവർത്തനം ഇവിടെ നടക്കണം. ഈ കോളേജിൽ ഇത്രകാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് ഈ കോളേജിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു പോറൽ പോലും ഈ കലാലയത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം പോലും മാനേജ്മെന്റിന് അസ്വസ്ഥമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഒരു വിദ്യാർത്ഥി സംഘടനയും മുന്നോട്ട് പോയിട്ടില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു. ഞങ്ങൾ എതിർത്തില്ല. പക്ഷെ ന്യായമായി ഞങ്ങൾ ജനാധിപത്യപരമായ തീരുമാനത്തിനു വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി മുദ്രാവാക്യം ഉയർത്തിയപ്പോ ഇവിടെ കോളേജ് അടച്ചിടുക എന്ന് പറയുന്ന വിരോധാഭാസകരമായ, ധിക്കാരപൂർണമായ, ഔദത്യപൂർണമായ, അഹങ്കാര നിർഭരമായ സമീപനമാണ് ഇവിടുത്തെ മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്നത്. ഒന്ന് ഞങ്ങൾ പറയട്ടെ, തിരഞ്ഞെടുപ്പ് നടത്തണമെന്നത് ലിങ്തോ കമ്മീഷന്റെ നിർദ്ദേശമാണ്. ലിങ്തോ കമ്മീഷൻ പറയുന്നു തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താമെന്ന് അതാത് സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന്. സ്ഥാപനം എന്ന് പറയുന്നത് മമ്പാട് MES കോളേജല്ല. സ്ഥാപനം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി പറയുന്നു ഇവിടെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന്. പക്ഷേ അതിന് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ ഇവർ കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളൊരു കാര്യം പറയുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ചെയ്തൊരു കോളേജാണ് ഈ കോളേജ്. ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം. അത് ലിങ്തോ കമ്മീഷന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ലിങ്തോ കമ്മീഷന്റെ തീരുമാനം അനുസരിക്കാതെ നിങ്ങൾക്ക് കോളേജ് പ്രവർത്തിക്കാം. പക്ഷേ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിങ്ങൾക്ക് നൽകുന്ന ഫണ്ട്, ആ ഫണ്ട് നിങ്ങൾ തിരിച്ചടക്കാൻ നിങ്ങൾ നിർബന്ധിതമാകും. UGC ഫണ്ട് MES കോളേജ് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം. അല്ലെങ്കിൽ MESന്റെ മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ഫണ്ട് തിരിച്ചടിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ഹിതപരിശോധന നടത്തട്ടെ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുവല്ലോ. ഇവിടെ ഏത് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തീരുമാനിക്കട്ടെ. വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്യമായ ഒരു ഹിതപരിശോധന നടത്താൻ ഞങ്ങൾ മമ്പാട് MESന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയെ വെല്ലുവിളിക്കുകയാണ്. അതിനൊന്നും തയ്യാറാവാതെ ഈ കോളേജ് അടച്ചുപൂട്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സമരവീരത്തെ കെടുത്തിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ സമരത്തിന്റെ കോലവും ഈ സമരത്തിന്റെ രൂപവും ഈ സമരത്തിന്റെ ഭാവവും നാളുകളിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഈ കോളേജ് അടച്ചിടുന്നതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീട്ടുമുറ്റത്തേക്ക് നാളുകളിൽ ഈ പ്രതിഷേധ സമരവുമായി കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഏത് തരത്തിലും ഞങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ വെല്ലാൻ, ഞങ്ങളെ വെല്ലുവിളിക്കാൻ, ഞങ്ങളെ ചെറുക്കാൻ, ഞങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ, ഞങ്ങളെ അടിക്കാൻ, ഞങ്ങളെ അടിച്ചമർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമരം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമരത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അതെന്തു തന്നെയായാലും അത് നേടിയെടുക്കാൻ ആർജവും ആണത്വവും ചങ്കൂറ്റവും ചങ്കുറപ്പും നെഞ്ചുക്കും നട്ടലുമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്കൊപ്പമല്ല ഞങ്ങൾ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം, മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വം നിങ്ങൾക്കൊപ്പമല്ല, നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിക്കുന്നു.